ആലപ്പുഴയിൽ കനത്ത മഴയിൽ സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി യു പി സ്കൂൾ ഓടിട്ട മേൽക്കൂരയാണ് തകർന്നത്. അവധി ദിവസമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ആലപ്പുഴയിൽ നിന്നും ദേവൻ എം പിയാണ് ചേരുന്നത്. ദേവൻ, അത് തന്നെയാണ്, ഇപ്പോൾ ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സംഗീത, ഇന്ന് പുലർച്ചെ 10 മണിയോടുകൂടിയാണ് ആലപ്പുഴ കാർത്തികപ്പള്ളിയിലുള്ള സർക്കാർ യു പി സ്കൂളിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം, കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീഴുന്നത്. ഇന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞായറാഴ്ച ആയതിനാൽ വലിയൊരു അപകടം ഒഴിവായെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം സാധാരണ ദിവസങ്ങളിൽ ഈ പരിസരത്ത്, ഈ കെട്ടിടത്തിന്റെ പരിസരത്ത് തന്നെയാണ് സ്കൂൾ കുട്ടികളെല്ലാം തന്നെ ഇടവേളകൾ, ഇന്റർവെൽ സമയത്തെല്ലാം തന്നെ കളിക്കാനൊക്കെ ഒത്തുകൂടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച പ്രകാരം ഇത് അൺഫിറ്റായ കെട്ടിടം എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പൊളിച്ചു മാറ്റാൻ ഇരിക്കെയാണ് ഇപ്പോൾ ഈ കെട്ടിടം തകർന്നു വീഴിരിക്കുന്നതെന്നാണ് സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഭാഗത്ത് ക്ലാസ് മുറികളൊന്നും തന്നെ നടന്നിരുന്നില്ല. ഇത് നേരത്തെ തന്നെ ഇതിന് അൺഫിറ്റ് ആണെന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. പൊളിച്ചു മാറ്റാനായി പഞ്ചായത്തിനോടക്കം ആവശ്യപ്പെട്ടിരുന്നതായും പറയുന്നുണ്ട് അധ്യാപകൻ. എന്നാൽ അക്കാര്യത്തിലൊന്നും നമുക്ക് ചെറിയൊരു വ്യക്തത കൂടി വരാനുണ്ട്. ഇത് മുൻപ് ആവശ്യപ്പെട്ടിട്ടും പൊളിച്ചു നീക്കാഞ്ഞത് എന്താണെന്നോ അല്ലെങ്കിൽ ഇത് പഞ്ചായത്തിനെ കൃത്യമായി ധരിപ്പിച്ചിരുന്ന സ്കൂൾ മാനേജർ എന്നുള്ള കാര്യത്തിലെല്ലാം ചില വ്യക്തതകൾ വരാനുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു അപകടം ഒഴിവായെന്ന് പറയാൻ കഴിയും. കാരണം ക്ലാസ് മുറികൾ അവിടെ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് പറയുമ്പോഴും സാധാരണ ദിവസങ്ങളിൽ, വർക്കിംഗ് ദിവസങ്ങളിൽ ഈ കുട്ടികളെല്ലാം തന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ഒഴിവ് സമയങ്ങളിൽ കളിക്കാനായും ഒപ്പം തന്നെ എല്ലാം തന്നെ ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയാണ്. സ്കൂളിന്റെ പ്രധാന ക്ലാസ് മുറികളോട് ചേർന്ന് തന്നെയുള്ള ഒരു പഴയ കെട്ടിടം തന്നെയാണ്. ഏകദേശം 40 വർഷത്തോളം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് കണ്ടുകൊണ്ട് തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് മുറികളെല്ലാം തന്നെ മാറ്റിയിരുന്നത്. പക്ഷേ ക്ലാസ്സുകൾ നടക്കുന്നില്ല എങ്കിൽ പോലും അവിടെ കുട്ടികൾ കളിക്കാനായും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം തന്നെ അവിടെ കുട്ടികളെല്ലാം തന്നെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു പക്ഷേ ഇന്നൊരു പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജില്ലയിൽ കനത്ത മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയും കാറ്റുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ജില്ലയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ മഴയത്തെ സമയത്ത് പോലും ഈ കുട്ടികൾ മുറ്റത്ത് നിൽക്കാതെ ഒരുപക്ഷേ ഈ കെട്ടിടത്തിന്റെ വരാന്തയിലേക്ക് ആയിരിക്കാം ഒരുപക്ഷെ കയറി നിൽക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് ഈ ഒരു അവധി ദിവസം ആയതുകൊണ്ട് ഒഴിവായിരുന്നു വേണം നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും നിലവിൽ അവിടെ ഈ സ്കൂളിന്റെ മാനേജ്മെന്റും അധ്യാപകരും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പോലീസ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അൺഫിറ്റ് ആണെന്ന് ഒരു തിരിച്ചറിഞ്ഞിട്ടും അത് എന്തുകൊണ്ട് അവിടെ നിന്നും പൊളിച്ചു മാറ്റിയില്ല കെട്ടിടം എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ബാക്കി വരുന്നത്. എന്നാൽ അക്കാര്യത്തിലൊക്കെ തന്നെ കുറച്ച് വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷേ പഞ്ചായത്തിൽ ഈ വിവരം നേരത്തെ അറിയിച്ചിരുന്നു എന്ന് അധ്യാപകൻ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് എന്തുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റില്ല എന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വരും മണിക്കൂറിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കും എന്ന് കരുതുന്നു. സംഗീത. ശരി ദേവൻ, ആലപ്പുഴയിലാണ് മേൽക്കൂര തകർന്നു വീണത്. സ്കൂളിന്റെ കാർത്തികപ്പള്ളി യു പി സ്കൂളിന്റെ ഓടിട്ട മേൽക്കൂരയാണ് ഇത്തരത്തിൽ തകർന്നു വീണത്.